ഈ 5 സ്ഥലങ്ങൾ നരകതുല്യം. ഇവിടെ വീട് പണിതാൽ ദുഃഖവും തീരാ ദുരിതവും ഒഴിയാതെ പിന്തുടരും. മഹാനായ നയതന്ത്രജ്ഞനും പണ്ഡിതനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വശങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആചാര്യ ചാണക്യൻ തന്റെ നയത്തിൽ ചില സ്ഥലങ്ങളിൽ വീട് വെക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വീട് പണിയുന്നതിൽ നിരവധി പരിഗണനകൾ ആവശ്യമാണ്. വീട് പണിയുന്ന ഭൂമിയുടെ തരം, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഊർജം എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന വീട് നമ്മുടെ ജീവിതത്തിനും കുടുംബങ്ങൾക്കും ഹാനികരമാകുമെന്ന് ചാണക്യൻ പ്രസ്താവിച്ചു. അത്തരം 5 സ്ഥലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് ഭയത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും അന്തരീക്ഷം. നാം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നിയാൽ അവിടെ ഒരു വീടോ സ്ഥലമോ വാങ്ങരുത്. അത്തരമൊരു അന്തരീക്ഷത്തിൽ താമസിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് അപകടകരമാണ് എന്നാണ് പറയുന്നത്. അടുത്തത് നിയമത്തെയും സമൂഹത്തെയും കുറിച്ച് അജ്ഞത. നാം വീട് വെക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നിയമത്തെയും സമൂഹത്തെയും കുറിച്ച് അജ്ഞത പുലർത്തുന്ന ഒരു സ്ഥലത്താണ് നാം താമസിക്കാൻ പോകുന്നതെങ്കിൽ അത് അപകടകരമാണ്. അത്തരമൊരു സ്ഥലം കുടുംബത്തിന്റെ സുരക്ഷയെയും അന്തസ്സിനെയും പ്രതികൂലമായി ബാധിക്കുന്നു. അടുത്തത് ബഹുമാനക്കുറവും മര്യാദയും. നാം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് സാമൂഹിക അന്തസ്സും ബഹുമാനവും മര്യാദയും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ വീട് പണിയുന്നത് ഒഴിവാക്കണം. അത്തരമൊരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾക്കും ഒരിക്കലും സാമൂഹിക ബഹുമാനം ലഭിക്കുകയില്ല. നിസ്വാർത്ഥതയുടെയും ത്യാഗത്തിന്റെയും അഭാവം. സ്വാർത്ഥരും അതുപോലെ തന്നെ ത്യാഗബോധമോ നിസ്വാർത്ഥതയോ ഇല്ലാത്തവരുമായ ആളുകളുള്ള ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കുന്നത് ഉചിതമല്ല. അത്തരമൊരു അന്തരീക്ഷത്തിലെ ജീവിതം അസ്ഥിരവും സമ്മർദ്ദകരവുമായി തീരുന്നു. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപജീവന മാർഗത്തിന്റെയും തൊഴിലവസരങ്ങളുടെയും അഭാവം. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപജീവന മാർഗം അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിലവസരങ്ങൾ. നാം വീട് വെക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തൊഴിലോ ബിസിനസ് അവസരമോ ഇല്ലാത്ത സ്ഥലത്ത് വീട് പണിയുകയോ വീട് വാടകയ്ക്കെടുക്കുകയോ ചെയ്യുന്നത് ബുദ്ധിശൂന്യമാണ്. ഉപജീവന മാർഗം ഇല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കുമെന്ന് നമുക്കറിയാവുന്നതാണ്. ചാണക്യൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ 5 തന്ത്രങ്ങളും പുതിയ വീട് അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്ക് ഈ 5 തന്ത്രങ്ങളും ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്നതാണ്.